അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ മുഖ്യപ്രതി നജീബിന്റെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നതാണ്. അവയവം നൽകാമെന്ന് പറഞ്ഞ് നജീബ് നിരവധി പേരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി എന്നതാണ് കണ്ടെത്തൽ. 2 മുതൽ 5 ലക്ഷം രൂപ വരെ വാങ്ങിയതായാണ് വിവരങ്ങൾ. നജീബിന്റെ വിദേശത്തുള്ള സഹോദരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നവമി ദിനേശ് തന്നെയാണ് തുടരുന്നത്. നവമി, വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രാഥമികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇപ്പോൾ എന്തെല്ലാമാണ് കൂടുതലായി പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നത്? നജീബിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി നടത്തിയ പരിശോധനകളിലാണ് നജീബ് അവയവ കച്ചവടത്തോടെ ലഭിച്ച പണം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നിരവധി സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. അതോടൊപ്പം തന്നെ 2 അക്കൗണ്ടുകളുടെ വിവരം കൂടി ലഭിച്ചു. കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് സംശയവും പോലീസിനുണ്ട്. അവയവം നൽകാമെന്ന് പറഞ്ഞ് നജീബ് നിരവധി പേരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏകദേശം 2 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ പണം തിരികെ കൊടുത്തിട്ടില്ല. പിന്നീട് അവരെ പറ്റിക്കുകയായിരുന്നു എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഇടപെടൽ നജീബുമായി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇടനിലക്കാരനായാണ് നജീബ് പ്രവർത്തിക്കുന്നത്. ആരാണ് നജീബിനെ ഇത്തരത്തിൽ അവയവദാനത്തിനായി സമീപിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ ഇതിലൊരു രാജ്യാന്തര ഇടപെടൽ ഉണ്ടെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നജീബിന്റെ സഹോദരൻ വിദേശത്തുണ്ടെന്നും സഹോദരനും ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസിന് ഉയരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആലുവ SP ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പത്രസമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരാനാകും, കൂടുതൽ വിവരങ്ങളും ലഭിക്കാനാകും. അഭിലാഷ്, തീർച്ചയായും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 5 മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അവയവം ദാനം ചെയ്യിപ്പിക്കുക. അതേസമയം ഇത് സ്വീകരിക്കുന്ന ആളിൽ നിന്ന് 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെയാണ് നജീബ് കൈപ്പറ്റിയിരുന്നത് എന്നതാണ്. എന്നിട്ട് തുച്ഛമായ തുക മാത്രം ഈ അവയവം നൽകിയവർക്ക് നൽകിയിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ അവയവം ദാനം നൽകാൻ സമ്മതം അറിയിക്കുന്നവർക്ക് വേണ്ടി വ്യാജരേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കുന്നു. അതിൽ തന്നെ മന്ത്രിമാരുടേത്, MP-മാരുടേത് ഉൾപ്പെടെയൊക്കെയുള്ള വ്യാജരേഖകൾ ആണ് തയ്യാറാക്കിയിരുന്നത് എന്ന തരത്തിലൊക്കെയുള്ള നിരവധിയായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നജീബുമായി ബന്ധപ്പെട്ട് പോലീസിന് പറയാനുള്ളത് എന്ത് എന്നത് ഏറെ പ്രസക്തമാണ്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ തട്ടിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ജനങ്ങളുമായി അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.